بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين أما بعد. സ്നേഹലോകം ഗ്രൂപ്പിലെ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായമാണ് സൂറത്തു ആലു ഇമ്രാൻ. ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാനിന്റെ കുടുംബം എന്നാണ്. ഇങ്ങനെ ഒരു പേര് ഈ സൂറത്തിന് വരാനുള്ള കാരണം മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ ഉമ്മ മറിയം ബീവി റളിയല്ലാഹു അൻഹ അവരുടെയും ചരിത്രം ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട്. ഇവരുടെ പിതാമഹനാണ് ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ആലു ഇമ്രാൻ എന്ന് പേരിട്ടത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ഇരുന്നൂറ് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 199 ആയത്തുകളാണ് എന്നും പറഞ്ഞ മഹാന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. സൂറത്ത് ആലി ഇമ്രാൻ പാരായണം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠതകൾ വ്യക്തമാക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ 10 ആയാത്തിൻ മിൻ ആഖിരി സൂറത്തി ആലി ഇമ്രാൻ കുല്ല ലൈലത്തിൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ രാത്രിയിലും ആലി ഇമ്രാൻ സൂറത്തിലെ അവസാന ഭാഗത്തിൽ നിന്ന് 10 ആയത്തുകൾ ഓതാറുണ്ടായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറഅ ആഖിറ ആലി ഇമ്രാൻ ഫീ ലൈലത്തിൻ കുതിബ ലഹു ഖിയാമ ലൈല. ആലി ഇമ്രാൻ സൂറത്തിലെ അവസാന ഭാഗം രാത്രിയിൽ ഓതിയാൽ ഒരു രാത്രിയിലെ നിസ്കാരം രേഖപ്പെടുത്തുന്നതാണ്. ഒരു രാത്രി പൂർണ്ണമായി നിസ്കരിച്ച അതേ പ്രതിഫലം ആലി ഇമ്രാൻ സൂറത്തിന്റെ അവസാന ഭാഗം ഓതിയാൽ അവനിക്ക് രേഖപ്പെടുത്തുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖറഅ സൂറത്ത് ആലി ഇമ്രാൻ ഉഅതിയ ബികുല്ലി ആയത്തിൻ മിൻഹാ അമാനൻ അലാ ജിസ്രി ജഹന്നം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആലി ഇമ്രാൻ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അതിൽ നിന്നുള്ള ഓരോ ആയത്തിനും പകരം നരകത്തിന്റെ പാലത്തിന്മേൽ അഥവാ സിറാത്ത് പാലത്തിന്മേൽ അവനിക്ക് നിർഭയത്വം നൽകപ്പെടുന്നതാണ്. ഒരുപാട് മഹത്വങ്ങളുണ്ട്. മൻ ഖറഅ സൂറത്തല്ലത്തി യുദ്കറു ഫീഹാ ആലി ഇമ്രാൻ യൗമൽ ജുമുഅ സല്ലല്ലാഹു അലൈഹി വമലായികതുഹു ഹത്താ തജിബ ശംസ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ആലി ഇമ്രാനിനെ പരാമർശിക്കുന്ന സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹും അവന്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നതാണ് എന്ന്. അതുപോലെ ധാരാളം മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖറയും ആലി ഇമ്രാനും പാരായണം ചെയ്യുന്നവർക്ക് ഖിയാമത്ത് നാളിൽ ഈ 2 സൂറത്തുകൾ ശുപാർശകരായും അനുകൂല സാക്ഷികളായി വരുന്നതാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആലി ഇമ്രാൻ പാരായണം ചെയ്യുന്നവർക്ക് ഒരുപാട് മഹത്വങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആലി ഇമ്രാൻ സൂറത്തിലെ ചില ആയത്തുകൾ, പ്രത്യേകിച്ച് ഷഹിദല്ലാഹു അന്നഹു എന്ന് തുടങ്ങുന്ന 18ാമത്തെ ആയത്ത് വളരെ ഫലമുള്ള, വളരെ മഹത്വമുള്ള ആയത്താണ്. ആലി ഇമ്രാൻ സൂറത്ത് പൂർണ്ണമായി മഹത്വമാണ്. ആലി ഇമ്രാൻ സൂറത്ത് പൂർണ്ണമായി വിഷബാധയേറ്റ ആളുടെ മേൽ ഓതി മന്ത്രിച്ചാൽ
അവനിക്ക് വലിയ ഫലം ചെയ്യുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൽ ഇംറാനിലെ 18-ാമത്തെ ആയത്ത് ഷഹിദല്ലാഹു, രാത്രി പാരായണം ചെയ്യുന്നവർക്ക് 70 മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം ഈ ആയത്ത് ഷഹിദല്ലാഹു എന്നുള്ള ഈ ആയത്ത് ഓതിയാൽ ദഹന പ്രശ്നങ്ങൾ ഇല്ലാതെയാകുന്നതാണ്. ആൽ ഇംറാൻ സൂറത്തിലെ 26-ാമത്തെ ആയത്ത് ദിവസവും പാരായണം ചെയ്താൽ കടം കൊണ്ട് വലയുന്നവർക്ക് വീട്ടാനുള്ള മാർഗങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 83-ാമത്തെ ആയത്ത് അനുസരണക്കേട് കാണിക്കുന്ന മൃഗങ്ങളുടെ ചവിട്ടിൽ പോയി ഈ 83-ാമത്തെ ആയത്ത് ഓതി മന്ത്രിച്ചാൽ വളരെ ഗുണം ചെയ്യുന്നതാണ് എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിഷമഘട്ടങ്ങളിൽ ആൽ ഇംറാൻ സൂറത്തിലെ 173-ാമത്തെ ആയത്ത് അതിന്റെ അവസാന ഭാഗം ഓതിയാൽ അവനിക്ക് ഗുണം ലഭിക്കുന്നതാണ്, വിഷമത്തിൽ നിന്ന് പരിഹാരം ലഭിക്കുന്നതാണ് എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഗർഭിണികൾക്ക് ആൽ ഇംറാൻ സൂറത്തിലെ 35, 36, 37 ആയത്തുകൾ എഴുതി അവർക്ക് കുടിക്കാൻ കൊടുത്താൽ ഗർഭിണികൾക്ക് സുഖപ്രസവം ലഭിക്കാനും നല്ല റാഹത്തുള്ള അവസ്ഥ ഉണ്ടാകാനും കാരണമാകുന്നതാണ്. ഇങ്ങനെ ആൽ ഇംറാൻ സൂറത്തിലെ ആയത്തുകൾ കൊണ്ടുള്ള ഒരുപാട് ചികിത്സകളുണ്ട്.